ഓക്കെ, ഹായ് എവരിവൺ. അപ്പോൾ ജാവയുടെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പാറ്റേൺ പ്രോഗ്രാംസാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇത് ഞാൻ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബേസിക്, അതായത് റെക്റ്റാങ്കുലർ, ട്രയാങ്കുലർ അങ്ങനത്തെ പാറ്റേൺ മുതൽ വലിയ വലിയ അഡ്വാൻസ് ആയിട്ടുള്ള പാറ്റേൺസ് വരെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഓരോരോ വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നത്, കാരണം ടൈം അധികമാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു പാറ്റേൺ നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു റെക്റ്റാങ്കുലർ പാറ്റേൺ ആണ്, സ്റ്റാർ മാത്രമാണ് പ്രിൻറ്റ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ. നമുക്കറിയാം രണ്ട് പാറ്റേൺ പ്രിൻറ്റിങ്ങിൽ 2 ലൂപ്പാണുള്ളത്. ഐ ആണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഔട്ടർ ലൂപ്പിനെ, ജെ ആണ് ഇന്നർ ലൂപ്പ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് റോസ് ആണ്, ജെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് കോളംസ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഫസ്റ്റ് നമുക്ക് ലൂപ്പ് എഴുതാം, അതായത് ഫോർ ഇൻറ്റ് എഴുതാൻ മറക്കരുത്, അത് അത്യാവശ്യമാണ്. കാരണം ഇൻറ്റ് എഴുതിയില്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല, കോഡ് നമ്മുടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇൻറ്റ് ഐ ഈക്വൽ ടു 1 to i സെമിക്കോളൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ എത്ര റോ ഉണ്ട്. 1 2 3 3 റോയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റ് 1, ഒരു റോയിൽ നിന്ന് 3 റോ വരെ. ഇൻറ്റ് ഐ ഈക്വൽ ടു 1 സെമിക്കോളൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, പിന്നെ ഐ പ്ലസ് പ്ലസ്, അതായത് ഒരു റോ കഴിയുമ്പോൾ അടുത്ത റോ തന്നെ, അത് കഴിയുമ്പോൾ അടുത്ത റോ, അതാണ് ഐ പ്ലസ് പ്ലസ്. ഓക്കെ, അടുത്തത് ഇൻറ്റ് ജെ ഈക്വൽ ടു 1, ഫസ്റ്റ് ഒരു കോളം, പിന്നെ എത്ര വരെയും പോകണം, 5 കോളം വരെയും പോകണം. അതാണ് ഇൻറ്റ് ജെ ഈക്വൽ ടു 1 ടു സെമിക്കോളൻ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരെ പോകണം. ജെ പ്ലസ് പ്ലസ്, ആദ്യം 1, പിന്നെ 2, പിന്നെ 3, 4, അതാണ് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത്, ജെ പ്ലസ് പ്ലസ്. അതുകഴിഞ്ഞിട്ട് എന്താണ് എഴുതിയിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ്. ഇവിടെ പ്രിൻ്റ് അല്ല, പ്രിൻറ്റ് സ്റ്റാർ കൊടുത്തു, കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യുമ്പോൾ തന്നെ ബാക്കിയെല്ലാം താഴ്ത്തോട്ട് അങ്ങനെ സ്റ്റാർ പ്രിൻ്റ് ചെയ്യും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, 5 ആദ്യം ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ട് അടുത്തതിൽ പിന്നെ താഴ്ത്തോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. വർക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇൻറ്റ് ഐ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കറക്റ്റാണ്, കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ ജെ ഈക്വൽ ടു 1, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഓക്കെ, കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ പ്രിൻറ്റിലോട്ട് പോകും. അപ്പോൾ നമുക്കൊരു സ്റ്റാർ പ്രിൻറ്റ് ചെയ്യും. അങ്ങനെ 5 ആകണ വരെ സ്റ്റാർ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും, പ്രിൻ്റലിലോട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് ലൈനിലെത്തും. അപ്പോൾ ഒരു റോ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ലൈനിലോട്ട് എത്തും കേഴ്സർ. അത് കഴിഞ്ഞ് എന്താണ്, ഐ പ്ലസ് പ്ലസ് ആവും. ഇവിടെ നേരെ ഇങ്ങോട്ട് ഐ പ്ലസ് പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ എന്താവും, ഐ 2 ആവും. 2 കണ്ടീഷൻ നോക്കും, ലെസ് ദാൻ 3 കറക്റ്റ്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വരും, പിന്നെ ജെയിലോട്ട് വരും. അങ്ങനെ 5 പ്രിൻ്റ് ആവണ വരെ, അതായത് ജെ ഈക്വൽ ടു 5 ആവണ വരെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ വട്ടം. അപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞു, 5 ആകുമ്പോൾ നിൽക്കും, ബ്രേക്ക് ആവും. അപ്പോൾ ഇങ്ങോട്ട് പോവും, പ്രിൻ്റല്ല സ്റ്റേറ്റ്മെൻറ്റ് പോവും. അത് കഴിഞ്ഞ് എന്താണ്, പിന്നെയും ഇങ്ങോട്ട് വരും. അപ്പോൾ ഐ പ്ലസ് പ്ലസ്, അപ്പോൾ എന്ത് വരും, 2 എന്ന് പറയുന്നത് 3 ആവും. അപ്പോൾ 3 ആകുമ്പോൾ കണ്ടീഷൻ നോക്കിയേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഓക്കെ, കണ്ടീഷൻ കറക്റ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ, എന്നിട്ട് വീണ്ടും ജെ ഈക്വൽ ടു 1 ആണ്, ജെ ലെസ് ദാൻ 5 ആണ്, ജെ പ്ലസ് പ്ലസ്. അങ്ങനെ 5 ആകണ വരെ പിന്നെ സ്റ്റാർ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഇങ്ങോട്ട് 5 പ്രിൻ്റ് ചെയ്ത് കഴിയുമ്പോൾ 3 റോയായി. അത് കഴിഞ്ഞ് പ്രിൻ്റല്ല സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. ഓക്കെ, അത് കഴിഞ്ഞ് എന്താണ്, പിന്നെയും ഐ പ്ലസ് പ്ലസിലോട്ട് പോകും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഐ പ്ലസ് പ്ലസ് എന്താവും, 4 ആവും. കണ്ടീഷൻ എന്താ, റോങ് ആണ്. അവിടെ വെച്ച് നമ്മുടെ പ്രോഗ്രാം എൻഡ് ചെയ്യും. ഇതാണ് പാറ്റേൺ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു ബേസിക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.